ഹായ്. ഇന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നമ്മൾ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന്. രണ്ടാമത്തെ ക്ലാസ് കേട്ടോ, രണ്ടാമത്തെ ദിവസം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതാ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ നമ്മൾ വണ്ടിയിൽ ഫസ്റ്റ് കയറി ഇരുന്ന് ആദ്യം നമ്മൾ എന്നാ ചെയ്തേ, സീറ്റ് റെഡിയാക്കി. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, മിറർ നോക്കിയേ, അതവിടെ നിന്നോട്ടെ, ബാക്കിയുള്ള നോക്കിയാൽ മതി. അങ്ങനെ കുനിഞ്ഞു നോക്കാതെ കറക്റ്റ് കിട്ടുന്നുണ്ടോ? അപ്പൊ അത് റെഡി ആക്കിയ മെല്ലെ. ഈ ഇവിടെ ഈ ഒരു സാധനത്തിൽ പിടിച്ച് നിൽക്കുക, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക, നമുക്ക് കിട്ടും. ഇതിലല്ല, ഇതിന്റെ ഉള്ളിലത്തേല്. കുമാരൻ ചേട്ടന്റെ തെങ്ങിന്റെ ഇതാണോ കാണുന്നത്? റെഡി. അതേപോലെ ഇത് നോക്ക്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ഫസ്റ്റ് സീറ്റ് റെഡിയാക്കി. നീ തന്നെ പറഞ്ഞേ. ഫസ്റ്റ് സീറ്റ് റെഡിയാക്കി, പിന്നെ മിറർ റെഡിയാക്കി, ഇനി എന്നാ സീറ്റ് ബെൽറ്റ് നന്നായിട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ട് എത്രാമത്തെ ദിവസമാണ് ഇന്ന്? പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എടുക്കണേ? ഒരു ദിവസം നമ്മൾ എടുത്തോ? നമ്മൾ ഇന്നൊക്കെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, കണ്ടിന്യൂ. മെല്ലെ വലിച്ചാൽ മതി, വന്നോട്ടെ, മെല്ലെ സമാധാനത്തില്. ഈ ബെൽറ്റ് വലിക്കുന്നതിന് അടക്കം നേക്കുണ്ട് കേട്ടോ. ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ബെൽറ്റ് ഉണ്ടാവൂല, വരൂല കേട്ടോ. ഓക്കെ, വന്നോട്ടെ, നല്ല. ഈ വീഡിയോ ഒക്കെ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ. അറിയുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, അറിയാത്തവർക്ക്. അപ്പൊ ഈ ബെൽറ്റ് ചിലപ്പോൾ ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇവിടെ സ്റ്റെക്കാവും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നേക്കിൽ വലിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഇന്ന് വലിയില്ലേ? ഓക്കെ, ഇനി നമ്മുടെ ബെൽറ്റ് ഉണ്ട് സാധനം എവിടെയാന്ന് നോക്കിയേ. ഓക്കെ, ശരിക്കും നമ്മുടെ ഈ വണ്ടി 1988 മോഡൽ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഇങ്ങനെ കേട്ടോ. ഓക്കെ ഓക്കെ, ആ ഒച്ച കേട്ടു. ഇപ്പൊ സീറ്റ് ബെൽറ്റ് റെഡി, സെറ്റ് കേട്ടോ. അപ്പൊ നമ്മള് സീറ്റ് റെഡിയാക്കി, മിറർ നോക്കി, സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട, അടുത്ത സെക്ഷൻ എന്താ, നീ ഒന്ന് ഓർത്ത് നോക്കിയേ. വണ്ടി അല്ല, ഇവിടെ ബ്രേക്കും ക്ലച്ചും ചവിട്ടി പിടിക്കുക. കണ്ടിന്യൂ, ചവിട്ടി പിടിച്ച. അങ്ങോട്ട് നോക്കാൻ അവിടെ എന്തോ വറവിടാൻ പോകുന്നുണ്ടോ നമ്മള്? അങ്ങോട്ട് നോക്കൊന്നും വേണ്ട, നീ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടി. വേഗം വീഡിയോയിൽ എന്താവുണ്ട്. ബ്രേക്കിൽ കാര്യം വെക്ക്. എന്നിട്ട് നമ്മളിഞ്ഞ് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യണ്ടേ? എന്നാ നോക്കിക്കേ, ന്യൂട്രാണോ നോക്കി. ആന്ന് ഉറപ്പ് വന്നാലും നീ ഒന്ന് എങ്ങനെയാ ന്യൂട്രൽ നോക്കലോ ഒന്ന് നോക്കിയേ. നോക്ക്, ഇട്. ഓക്കെ, ഇട്. എന്നിട്ട് ന്യൂട്രൽ എവിടെയാ? ഓക്കെ, അപ്പൊ ന്യൂട്രൽ ഉറപ്പായി. അപ്പൊ ഇന്ന് എന്റെ കൊച്ചിന് രണ്ടാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ക്ലാസ്സില്ല, നമ്മൾ 2 ക്ലാസ്സല്ലേ എടുത്തേ? അതെ, ഇന്ന് മൂന്നാമത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ ന്യൂട്രായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ആക്കണം. ഫസ്റ്റത്തെ ദിവസം ചാവി തിരിച്ച് ഓർമ്മയിൽ ഇപ്പം വരുന്നുണ്ടോ? യെസ്, അത് അറിഞ്ഞ് പഠിച്ചോണ്ടാണ് ഓർമ്മയിൽ വരുന്നത്. കണ്ടിന്യൂ. കൈയുണ്ടോ? മാഷാ അല്ലാഹ്, സെറ്റാട്ടോ. ഇത് വരെ എന്താണ്, സൂപ്പറാണ്. കാരണം നീ അറിഞ്ഞ് അന്ന് നമ്മൾ ഫസ്റ്റത്തെ ടൈമിന് സീറ്റിലിട്ടിട്ട് ഇളക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഇളകി ഇളക്കുക ആള്. ഇന്നിപ്പോ എന്തായി, സ്റ്റാർട്ടിങ് വരെ നിനക്ക് ഓർഡറിൽ ചെയ്യാനും അത് മനസ്സിൽ തട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. സെറ്റ്. ബാക്കിയൊക്കെ നമുക്ക് ആവാനുള്ള. ഇനി നമ്മുടെ വണ്ടി മുന്നോട്ട് തന്നെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇട്. അപ്പൊ എങ്ങനെ ബലം പിടിക്കണോ? ഓക്കെ, ഫസ്റ്റ് ഇട്ടു. വീണോന്നൊരു ഡൗട്ട് വന്നോ നിനക്കിപ്പോ? അപ്പൊ ഒന്നും കൂടെ ന്യൂട്രായിക്കേ. ഒന്നുമില്ല. എന്നിട്ട് ഒന്ന് ആ ക്ലച്ച് ഒന്നും ചവിട്ടാണ്ടോ? ഇല്ല. അപ്പൊ ഒന്നും കൂടി ഇങ്ങോട്ട് വന്നു. മെല്ലെ സമാധാനത്തിൽ എങ്ങോട്ട് വരണം? ആദ്യം നീ എങ്ങോട്ട് വരണം? ഗിയറിലോട്ടോ. ഗിയറിന്റെ കാര്യം, ക്ലച്ചിന്റെ അല്ല. ഓക്കെ, അപ്പൊ നേരത്തെക്കാളും യെസ്, ഉറപ്പായി. ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇതാ ഇവിടെ അത് എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത് ചെയ്യണം? താത്തിക്കേ. എങ്ങനെ താത്താൻ പറഞ്ഞേ? എങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്ക്. അത് നെക്കാൻ കിട്ടുന്നില്ലെങ്കിൽ 4 വിരലും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മേലോട്ട് എന്ത് ചെയ്യണം? 4 വിരലും കൊണ്ട് വലിക്കണം. വലിക്ക്. യെസ്. ഓക്കെ, ബ്രേക്കിൽ കാല് വെക്ക്. ഇനി നമ്മുടെ വണ്ടി ബ്രേക്ക് ചവിട്ടി പിടിക്ക് പോലെ. ഇനി നമ്മൾ റൈറ്റിലോട്ട് എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കണം. ആ സാധനം താഴോട്ട് താത്തിക്ക്, ലിവർ. ഓക്കെ, അപ്പൊ കണ്ടോ ഇവിടെ ലൈറ്റ് കത്തണേ. ഓക്കെ, ഇനി മിററിലൂടെ നോക്കും ചെയ്യണം. ഓക്കെ, വണ്ടി ഇല്ല, പ്രശ്നമില്ല. ഇനി നമുക്ക് ബ്രേക്ക് വേണോ? വേണ്ട. ഓക്കെ, കണ്ടിന്യൂ. അങ്ങോട്ട് നോക്കിയിരിക്കണ്ട, കാരണം ഇത് ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണുമോ? ഇല്ല. മെല്ലെ ക്ലച്ച്. ഓക്കെ, മെല്ലെ കണ്ടിന്യൂ. ആ ഇൻഡിക്കേറ്റർ മെല്ലെ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് തട്ടടിക്കുക മെല്ലെ. യെസ്, മതി. ഇനി നമ്മൾ മുന്നോട്ട് നോക്കും കേട്ടോ. നമ്മൾ മുന്നോട്ട് നോക്കി പോട്ടെ.
ക്ലച്ച് ഇനി വേണോ? മെല്ലെ ലയിപ്പിക്കുക, എടുക്കുക. വണ്ടിയുടെ മുഖം നോക്ക്. ഞാൻ പറഞ്ഞ എങ്ങോട്ടായിരുന്നു നമ്മൾ നോക്കണ്ടേ? നമ്മുടെ മുഖം മുന്നോട്ട്. ഇനി ആ സൈഡിലോട്ട് നോക്കിയിരുന്ന പണി കിട്ടോ. പാലത്തിന്റെ എൻഡിങ്ങിലോട്ട് നോക്ക്. ക്ലച്ച് ഇപ്പോഴും പൊങ്ങിയിട്ടില്ല. ഇനി ക്ലച്ച് പൊങ്ങിയിട്ടില്ല. വണ്ടി സ്വന്തം പോവാണ്. ഓക്കെ, തിരിക്കേണ്ട ആരാ? ഓക്കെ, തിരി കുറഞ്ഞു പോയി. ഇനി മുന്നോട്ട് നോക്ക്. ഓക്കെ, മുന്നോട്ട് നോക്ക്. സെറ്റ്, മുന്നോട്ട് നോക്ക്. ആക്സിഡന്റ് മെല്ലെ കൊടുക്കണം. ക്ലച്ച് പൊങ്ങി ഫസ്റ്റ് നമുക്ക് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇറക്കത്തിൽ നിന്ന് സ്വന്തം വണ്ടി പോയതാട്ടോ. ഓക്കെ, മുന്നോട്ട് നോക്കാം. ലോറി കിടക്കുന്നതിന്റെ മുന്നോട്ട് നോക്കുക. ലോറിന്റെ ഫ്രണ്ട് ടയറിന്റെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇനി നമ്മുടെ വണ്ടി ഇങ്ങോട്ട് അടുക്കാനുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാ പിടിക്കേണ്ട നമ്മുടെ വണ്ടി? മെല്ലെ. അപ്പൊ ബേക്കിൽ നിന്ന് വരുന്നവർക്കും മനസ്സിലാവും. കാരണം ഈ ലോറി ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി എങ്ങോട്ട് വരും? ഇച്ചിരി വലത്തേക്ക് വരുന്നു മനസ്സിലാവും. പക്ഷെ അവിടുന്ന് വരുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? വഴി ഒരുക്കി കൊടുക്കണം. കണ്ടോ, ടിപ്പറൊക്കെ കണ്ടോ? അവിടുന്ന് നമ്മുടെയും കൂടെ കണ്ടിട്ട് അവരെന്ത് ചെയ്തു? മാറിപ്പോയി. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് അടുക്കണ്ട. നമ്മൾ നേരെ ആ വേസ്റ്റ് സ്റ്റാക്ക് കിടക്കുന്നതിന്റെ അങ്ങോട്ട് മുന്നോട്ട് നോക്കി. അപ്പൊ അവിടെ വേണമെങ്കിൽ മുഖം എങ്ങോട്ടാ പോകണ്ടേ? ഓക്കെ, വരട്ടെ. ഓക്കെ, കുഴപ്പമില്ല. മുന്നോട്ട് നോക്ക്, മുന്നോട്ട് നോക്ക്, മുന്നോട്ട് നോക്ക്, നോക്ക്. അപ്പൊ എങ്ങോട്ട് വരാണ്ട്? യെസ്, വാ. എന്നാലും ഞാൻ നിന്നോട് ചോദിക്കണം, നമ്മൾ അന്ന് ആ ഫസ്റ്റത്തെ ദിവസം എടുത്തിട്ട് ഇന്നിപ്പോ ഒരു ദിവസം വൈകി, ഇന്നലെ എടുത്തില്ല, എന്നിട്ട് നിനക്ക് നീ ആ പഠിച്ച കാര്യത്തിന് നിനക്ക് ഒരു പോസിറ്റീവ് എനർജി ആണോ കിട്ടുന്നത്? ഇപ്പൊ നെഗറ്റീവ് ആണോ കിട്ടുന്നത്? പോസിറ്റീവ് ആണ്. നീ നിന്റെ മനസ്സിലുള്ള അന്ന് പഠിച്ചതിനേക്കാൾ നിന്ന് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും, എനിക്ക് ഇത്ര നന്നായി, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? ഇപ്പൊ അതിനേക്കാളും നമുക്ക് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നിന്റെ മനസ്സ് തന്നെ നിന്നോട് പറയില്ലേ? ഓക്കെ, ബൈ. അപ്പൊ മക്കളെ, നമ്മളിന്ന് 2ാമത്തെ ദിവസം 3ാമത്തെ ക്ലാസ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ കാണാം. ഇച്ചിരി ലെങ്ത് ആയി പോകും. ഓക്കെ, ബൈ.